2024 നോമ്പ് സമയം വരെ വീട്ടിൽ കിട്ടുന്ന സാധാരണ ഭക്ഷണം മാത്രം കഴിച്ച് വളരെ കഷ്ടപ്പെട്ട് റമദാൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ. ഈ വീഡിയോ ഒരിക്കലും വീട്ടിൽ കിട്ടുന്ന ഭക്ഷണത്തെ പറ്റി കുറ്റം പറയാനോ അല്ലെങ്കിൽ ആ ഭക്ഷണം മോശമായിരുന്നു എന്ന് പറയാനോ എടുക്കുന്ന ഒരു വീഡിയോ അല്ല ഇത്. നേരെ മറിച്ച് 2025 റമദാനിൽ ഞാൻ കൊണ്ടുവന്ന ചെറിയ ചേഞ്ചസ് വഴി എങ്ങനെയാണ് റമദാൻ എനിക്ക് സക്സസ്ഫുള്ളി എനർജറ്റിക് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. സോ ഈ ഒരു സിമ്പിൾ ഹാക്സ് നിങ്ങളും നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് വരാൻ പറ്റും നിങ്ങൾക്ക് എന്നെ പോലെ റമദാൻ വളരെ എനർജറ്റിക് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. സോ റമദാനെ പറ്റിയിട്ടുള്ള സയൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് റമദാനെ ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് മിത്തുകൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ മിത്താണ് റമദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പട്ടിണി അടക്കലും മാത്രമാണെന്നുള്ളത്. പക്ഷേ എനിക്ക് തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ നോമ്പ് കുടിക്കുന്ന സമയത്ത് അവരെന്നോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ രാവിലെ തൊട്ട് രാത്രി വരെ നിൽക്കാൻ പറ്റുക എന്നുള്ളത്. പക്ഷേ അത് തെറ്റായിട്ടുള്ള സംഭവമാണ്. കാരണം റമദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പട്ടിണി അടക്കൽ മാത്രമല്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് സ്ട്രാറ്റജിക് ഈറ്റിംഗ്, മൈൻഡ്ഫുൾ ലിവിങ് ആൻഡ് ഗിവിങ് എ ചാൻസ് ഫോർ ദി ബോഡി ടു റിപ്പയർ. സോ ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ ലാപ്ടോപ്പിലെല്ലാം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വരാറുണ്ടല്ലോ. സോ ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വരുമ്പം നമ്മളത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ചിലപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് ഒരു റിബൂട്ട് ആവശ്യപ്പെടുന്നുണ്ടാവും. അതെന്തിനാണെന്ന് അറിയാവോ? ആ ഒരു അപ്ഡേറ്റിന്റെ കംപ്ലീറ്റ് ഫീച്ചേഴ്സ് നമ്മുടെ ലാപ്ടോപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ തന്നെയാണ് റമദാന്റെ സമയത്ത് നമ്മുടെ ബോഡി ചെറിയൊരു റിബൂട്ടിലൂടെ കടന്നു പോവാണ്. ആൻഡ് ആ ഒരു റിബൂട്ട് നടന്ന ശേഷം നമ്മുടെ ബോഡി കുറെ കൂടെ റിഫ്രഷും കാമുമായിട്ട് ഫീൽ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ നെക്സ്റ്റ് നമുക്ക് റമദാന്റെ ബാക്കിലുള്ള സയൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. സോ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ സമയവും നിങ്ങളുടെ ബ്രെയിൻ ഹെൽത്തും തമ്മിൽ റിലേറ്റഡ് ആണെന്നുള്ളത്? അതെ, ഞാൻ ഇപ്പോൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ പറ്റിയിട്ടാണ്. സോ നമ്മുടെ ആൻസിസ്റ്റേഴ്സ് എല്ലാം ഈ ഒരു പ്രോസസ്സ് കുറേ സെഞ്ചുറീസ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഹിയർ ഈസ് ദി ബെസ്റ്റ് പാർട്ട്. അവർക്ക് നമുക്ക് ഇന്നുള്ളതുപോലെ റെഫ്രിജറേറ്റേഴ്സ് ഇല്ല, 24/7 പ്രവർത്തിക്കുന്ന സൂപ്പർ മാർക്കറ്റ്സ് ഇല്ല. എന്നിട്ടും അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈമിംഗ് ഉണ്ടായിരുന്നു, എത്ര സമയത്ത് ഭക്ഷണം കഴിക്കണം, എത്ര സമയത്ത് ഭക്ഷണം കഴിക്കേണ്ട എന്നുള്ളതിന്. അതുകൊണ്ടാണ് അവർ നമ്മളെ കാട്ടിയിട്ട് ഒരുപാട് ഹെൽത്തി ആണെന്ന് പറയുന്നത്. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അവർ ബോഡി ഈസ് ഡിസൈൻഡ് ഫോർ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. കുറച്ച് കൺഫ്യൂഷൻ അടിക്കുന്നുണ്ടോ? ഇപ്പൊ ശരിയാക്കി തരാം. സോ നിങ്ങൾ നിങ്ങളുടെ ബോഡീനെ ഒരു ഹൈബ്രിഡ് കാറായിട്ട് കൺസിഡർ ചെയ്യുക. സോ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി എനർജി എടുക്കുന്നത് ഗ്ലൂക്കോസിൽ നിന്നാണ്, ജസ്റ്റ് ലൈക്ക് നമ്മുടെ കാറ് പെട്രോൾ ഓടുന്നത് പോലെ. അതേസമയം നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി ഒരു ഡിഫറെന്റ് ഫ്യൂൽ സോഴ്സിലോട്ട് സ്വിച്ച് ചെയ്യും. ഇതിനെ പറയുന്ന പേരാണ് കീറ്റോൺസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഒരു കാറിന്റെ ഇലക്ട്രിക് മോഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കീറ്റോൺസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രെയിനിന്റെ ഒരു സൂപ്പർ ഫ്യൂൽ ആയിട്ട് ആക്ട് ചെയ്യും. സോ ഡിസംബർ 2020 ദ റോൾ ഓഫ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഓൺ ബ്രെയിൻ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു റിസർച്ച് പേപ്പർ പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ആ ഒരു റിസർച്ച് പേപ്പർ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ഈ ഇപ്പൊ പറയാൻ പോകുന്ന പോയിന്റ്സ് ആണ് ആ ഒരു റിസർച്ച് പേപ്പറിൽ നിന്ന് നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റുക. ഫസ്റ്റ് സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വഴി നമ്മുടെ ബോഡിയിലുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് പറ്റും. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ സെൽസിലുള്ള ആംഗ്രി ആയിട്ടുള്ള കുറേ സെൽസ് ഉണ്ടാവുമല്ലോ, അതിനെ കാം ചെയ്യാനായിട്ട് ഈ ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി അഥവാ നമ്മുടെ ബോഡിയിലുള്ള എനർജി യൂട്ടിലൈസേഷൻ ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ഇൻ ഇംപ്രൂവിങ് എ പ്രോസസ് കോൾഡ് ഓട്ടോഫാഗി. സോ ഈ ഒരു പേര് കേട്ട് ആരും പേടിക്കണ്ട. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള നമ്മുടെ ബ്രെയിനിലുള്ള ജങ്ക് ആയിട്ടുള്ള സെൽസിനെ എടുത്ത് പുറത്ത് കളയാനായിട്ടും ഈ ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സഹായിക്കുന്നുണ്ട്. സോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നിങ്ങൾ ഏത് തരം ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് പോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ അത് എപ്പോൾ കഴിക്കുന്നു എന്നുള്ളത്. സോ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ പറ്റി ഇത്രയും കേട്ടത് വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു മെത്തേഡിൽ ഇൻട്രസ്റ്റ് വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ 2 മെത്തേഡ്സ് പറയാം എങ്ങനെയാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ പറ്റിയിട്ട്. സോ ഫസ്റ്റ് മെത്തേഡാണ് 16/18 മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് വേറൊന്നുമില്ല, ജസ്റ്റ് 16 hours ഒരു ദിവസത്തിലുള്ള 16 മണിക്കൂർ ഫാസ്റ്റ് ചെയ്തിട്ട് 8 മണിക്കൂർ മാത്രം ഭക്ഷണം കഴിക്കുന്ന രീതിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 മണിക്കൂർ കണ്ടിന്യൂസ്ലി കഴിക്കുക എന്നുള്ളതല്ല, 8 മണിക്കൂറിൽ ഗ്യാപ്പ് ഇട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതിനാണ് 16/18 മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് 5/2 ഡയറ്റ് മെത്തേഡാണ്. അതായത്
ഒരാഴ്ചയിലുള്ള 5 ദിവസം നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുന്ന പോലെ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയുള്ള 2 ദിവസങ്ങൾ മാത്രം കാലറീസ് റെസ്ട്രിക്ട് ചെയ്യുന്ന മെത്തേഡാണ് ഇത്. സുസാറ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരി ഉണ്ടായിരുന്നു. പുള്ളിക്കാരി കുറെ നാളായിട്ട് വെയിറ്റ് കുറയ്ക്കാനായിട്ട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. സോ അണ്ടർ ദ സണ്ണുള്ള എല്ലാ ഡയറ്റ് പ്ലാൻസും ട്രൈ ചെയ്തെങ്കിലും ഒന്നും തന്നെ അവൾക്ക് വർക്കൗട്ട് ആവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് റമദാൻ എത്തിയത്. സോ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യാമെന്ന് അവൾ തീരുമാനിച്ചു. അങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രോസസ്ഡ് ഫുഡും കട്ട് ചെയ്ത് ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഹോൾ ഗ്രെയിൻസിലും അവൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ടും ശ്രദ്ധിച്ചു. ആൻഡ് ഗെസ് വാട്ട്, 1 മാസത്തിനുള്ളിൽ തന്നെ അവളുടെ വെയിറ്റ് കുറയെ മാത്രമല്ല, അവളുടെ ലൈഫ് ടൈമിൽ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ എനർജിയും ഫോക്കസും ഇപ്പൊ അവൾക്ക് കിട്ടുന്നുണ്ടായിരുന്നു. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഫാസ്റ്റിംഗ്. മൈൻഡ്ഫുൾ ഈറ്റിംഗ് ഈസ് ഓൾ വാട്ട് മേക്ക് ദി ഡിഫറൻസ്. സോ നെക്സ്റ്റ് നമുക്ക് റമദാന്റെ സമയത്ത് എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണം കഴിക്കണം എന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ അത്താഴം അഥവാ സുഹൂർ സമയത്ത് കഴിക്കുന്ന ഭക്ഷണത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് പറയാനായിട്ട് പോകുന്നത്. സോ രാവിലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ത്രൂഔട്ട് ദ ഡേ എനർജി നിലനിർത്താൻ നമ്മളെ സഹായിക്കുന്ന ടൈപ്പ് ഓഫ് ഭക്ഷണമായിരിക്കണം. സോ ഇങ്ങനത്തെ ഭക്ഷണത്തിന് നമ്മൾ പറയുന്ന പേരാണ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. സോ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ഓട്സ്, നമ്മുടെ ഹോൾ ഗ്രെയിൻ ബ്രെഡ്, അതുപോലെ ആപ്പിള്, ബനാന പോലുള്ള ഫ്രൂട്ട്സ് എല്ലാം. ആൻഡ് പ്രോട്ടീൻ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കി കളയരുത്. കാരണം റിസർച്ച് പേപ്പേഴ്സ് പ്രകാരം റമദാൻ സമയത്തുള്ള പ്രോട്ടീൻ ഇൻടേക്ക് നിങ്ങളുടെ മസിൽ മാസ് നിലനിർത്താൻ മാത്രമല്ല നിങ്ങളുടെ ക്ഷീണം മാറ്റാനായിട്ട് നിങ്ങളെ സഹായിക്കും. സോ കുറച്ച് പ്രോട്ടീൻസിന് എക്സാമ്പിൾ ആണ് നമ്മുടെ എഗ്ഗ്, ചിക്കൻ, യോഗേർട്ട്, നട്ട്സ് എല്ലാം. സോ റമദാന സമയത്ത് കഴിക്കേണ്ട ഭക്ഷണത്തെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. സോ നെക്സ്റ്റ് റമദാന സമയത്തുള്ള ഹൈഡ്രേഷനെ പറ്റിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നിങ്ങൾ സാധാരണ കേട്ടിട്ടുണ്ടാവും ഫാസ്റ്റിംഗ് ഒന്നും ചെയ്യാതിരിക്കുന്ന സമയത്ത് 8 ഗ്ലാസസ് ഓഫ് വാട്ടർ ഒരു ദിവസം കുടിക്കണം എന്നുള്ളത്. അതേ സെയിം സംഭവം തന്നെയാണ് റമദാന്റെ സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതായത് റമദാന്റെ സമയത്തുള്ള നോൺ ഫാസ്റ്റിംഗ് അവേഴ്സിൽ 8 ഗ്ലാസസ് ഓഫ് വാട്ടർ എങ്കിലും അറ്റ്ലീസ്റ്റ് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ചിലരുണ്ടാവും 8 ഗ്ലാസ് വെള്ളവും ഒരുമിച്ച് കുടിച്ചിട്ട് ബാക്കിയുള്ള സമയം ചുമ്മാ ഇരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എപ്പോഴും വെള്ളം കുടിക്കുന്നതിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഗ്യാപ്പിട്ട് മാത്രം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഇനി ചില കൂട്ടരുണ്ട്, അതായത് ഈ 8 ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളത് ഭയങ്കര ബോറായിട്ടുള്ള പരിപാടിയാണ്. ഈ ഇഫ്താറിനും സുഹൂറിനും ഇടയ്ക്ക് ഇത്രയും വെള്ളം കുടിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. വേറൊന്നുമില്ല, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ ഒരു നുള്ളു ഉപ്പും കുറച്ച് കുക്കുംബറും അരിഞ്ഞിട്ടിട്ട് കുടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് അടിപൊളിയായിരിക്കും. വെള്ളത്തിന് ചെറിയൊരു ഫ്ലേവർ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ജ്യൂസ് കുടിക്കുന്ന ഫീലിൽ ആ ഒരു വെള്ളം കുടിച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. സോ അവോയ്ഡ് ദിസ് പെർട്ടിക്കുലർ മിസ്റ്റേക്ക്. ഞാൻ ഉൾപ്പെടെ നോമ്പ് കുടിക്കുന്ന മിക്ക ആൾക്കാർക്കും ഷുഗറി ഡ്രിങ്ക്സ് കൺസ്യൂം ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. എസ്പെഷ്യലി നോൺ റമദാൻ ഡേയ്സിൽ ഷുഗറി ഡ്രിങ്ക്സ് കൺസ്യൂം ചെയ്യുന്ന ഹാബിറ്റ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, സോ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ ഷുഗറി ഡ്രിങ്ക്സിനെ റീപ്ലേസ് ചെയ്ത് നാച്ചുറൽ ഫ്രൂട്ട് ജ്യൂസസോ ഇൻഫ്യൂസ്ഡ് വാട്ടറോ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. റമദാന സമയത്ത് മസിൽ ലോസ് വരും എന്ന് പേടിക്കുന്ന ഒരാളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം എങ്ങനെ ഈ മസിൽ ലോസ് അവോയ്ഡ് ചെയ്യാം എന്നുള്ളതിന്. സോ നിങ്ങൾ കുറെ പേരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും എക്സസൈസും റമദാനും ഒരിക്കലും മിക്സപ്പ് ആയി പോകത്തില്ല എന്നുള്ളത്. പക്ഷെ അത് അങ്ങനെയല്ല. റമദാന സമയത്ത് നിങ്ങൾക്ക് മോഡറേറ്റ് ആയിട്ടുള്ള വർക്കൗട്ട്സ് ചെയ്യാം. അതിപ്പോൾ ജിമ്മിൽ തന്നെ പോയി ചെയ്യണമെന്ന് യാതൊരു ആവശ്യമില്ല. വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള മോഡറേറ്റ് ആയിട്ടുള്ള വർക്കൗട്ട്സ്, അതായത് പുഷപ്സ്, പുള്ളപ്സ്, സിറ്റപ്സ്, അതുപോലുള്ള മോഡറേറ്റ് ആയിട്ടുള്ള വർക്കൗട്ട്സ് നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ റമദാന്റെ സമയത്ത് നിങ്ങൾ കഴിച്ചോളുന്ന പ്രോട്ടീൻ ഇൻടേക്ക് ഈ സമയത്ത് നോൺ റമദാൻ ഡേയ്സിൽ നിങ്ങൾ കഴിച്ചോളുന്ന പ്രോട്ടീൻ ഇൻടേക്ക് ഈ റമദാന്റെ സമയത്തും കൺസ്യൂം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഹെവി ആയിട്ടുള്ള ലിഫ്റ്റിംഗ് അവോയ്ഡ് ചെയ്യുക. കാരണം ഇത് നിങ്ങളെ ഫെറ്റീഗിലോട്ട് കൊണ്ടെത്തിക്കും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു തന്ന ടിപ്സും ട്രിക്സും എല്ലാം നിങ്ങൾ റമദാനിൽ മാത്രം റെസ്ട്രിക്ട് ചെയ്യാതിരിക്കുക. റമദാൻ കഴിഞ്ഞു കഴിഞ്ഞാലും ഇപ്പൊ പറഞ്ഞു തന്ന ഹാബിറ്റ്സ് എല്ലാം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. സോ നിങ്ങൾ എത്ര പേര് ഈ ഒരു സിമ്പിൾ ഹാക്സ് വഴി നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ ഹെൽത്തി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്? സോ നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിൽ പറയുക. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുക. സോ വീണ്ടും അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Until then, bye.